ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുന്ന വലിയ നോമ്പിന്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. നാം എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും പലപ്പോഴും നാം പാപത്തിൽ വീണു പോകാറുണ്ട്. നമ്മുടെ പാപങ്ങളും വീഴ്ചകളും ചിലപ്പോൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ടാവാം. നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് മനം നൊന്ത് കരഞ്ഞു. അതുവഴി അവൻ തന്റെ പാപങ്ങളെ കണ്ണീരാൽ കഴുകി വിശദീകരിച്ചു. അതുപോലെ നാമും ഏതെങ്കിലും പാപത്തിൽ വീണുപോയാൽ നമ്മുടെ പാപങ്ങൾ കണ്ണീരാൽ കഴുകി കളയണം. അപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാലത്ത് ചെറിയ പരിത്യാഗ പ്രവർത്തികളും ഉപവാസവും വഴി നമ്മുടെ പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കാനും അങ്ങനെ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും നമുക്ക് സാധിക്കട്ടെ. എല്ലാവരും നിന്നിൽ ഇടറിയാലും ഞാൻ നിന്നിൽ ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസ് വീണു പോയെങ്കിൽ നമ്മളും വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.